കേരളത്തിലെ ഏറ്റവും മനോഹരമായ വനഗ്രാമങ്ങളിലൊന്നായ കൊല്ലം ജില്ലയിലെ കിഴക്കൻ മേഖലയിലുള്ള മാമ്പഴത്തറ ഗ്രാമത്തിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. മാമ്പഴത്തറയിൽ നിന്ന് അലിമുക്കിലേക്കാണ് ഇപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇന്ന് 14 കിലോമീറ്ററോളം ദൂരമുണ്ട് അലിമുക്കിലേക്ക്. അതിൽ 7 കിലോമീറ്ററോളം വനത്തിലൂടെ യാത്ര ചെയ്ത് വേണം അലിമുക്കിലേക്ക് എത്താൻ. മാമ്പഴത്തറയിൽ നിന്ന് യാത്ര തുടങ്ങിക്കഴിഞ്ഞാൽ അടുത്ത ഫോറസ്റ്റിന്റെ ഒരു പെട്രോളിംഗ് ചെക്ക് പോസ്റ്റ് വരെ ജനവാസ മേഖലയല്ല. പകൽ സമയത്ത് പോലും ആന ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങൾ റോഡ് ക്രോസ് ചെയ്യുന്ന സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ യാത്ര ചെയ്യുമ്പോഴേക്ക് വാഹനം നിർത്തിയിടാനോ വാഹനത്തിൽ നിന്ന് പുറത്തിറങ്ങാനോ കാൽനട യാത്ര അപകടം എന്നുള്ള മുന്നറിയിപ്പ് ബോർഡുകൾ ഈ പോകുന്ന വഴിക്കൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ സമയം 7 മണിയാവുന്നതേ ഉള്ളൂ. വൈകുന്നേരങ്ങളിലാണ് ഇവിടൊക്കെ മൃഗങ്ങളെ കൂടുതലായി നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ യാത്ര ചെയ്യുമ്പോഴേക്ക് ഈ ഭാഗത്തൊക്കെ കുറച്ച് ശ്രദ്ധയോടെ യാത്ര ചെയ്യേണ്ടി വരും. ഈ ഭാഗത്ത് വന്യമൃഗങ്ങളെക്കാൾ കൂടുതൽ പേടിക്കേണ്ടത് ഇവിടുത്തെ റോഡാണ്. കാരണം ഈ പോകുന്ന വഴിക്കൊക്കെ എന്ന് പറഞ്ഞാല് പല സ്ഥലങ്ങളിലും റോഡ് വളരെ മോശം തന്നെയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ യാത്ര വരുമ്പോഴേക്ക് വണ്ടിയുടെ ടയറിന്റെ കണ്ടീഷനൊക്കെ നോക്കി വേണം ഇത് ഇങ്ങോട്ടേക്ക് യാത്ര തിരിക്കാൻ. വനത്തിലൂടെയുള്ള യാത്രയും കണ്ണെത്താ ദൂരത്തോളമുള്ള പൈനാപ്പിൾ തോട്ടങ്ങളും പോകുന്ന വഴിക്ക് കാണുന്ന ചെറു അരുവികളും റബ്ബർ എസ്റ്റേറ്റുകളും മത്താപ്പ് വ്യൂ പോയിന്റും നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ദേവീക്ഷേത്രവും ഇതൊക്കെയാണ് മാമ്പഴത്തറയിലെ പ്രധാന ആകർഷണങ്ങൾ. അതുകൊണ്ട് തന്നെ കാട്ടിലൂടെയൊക്കെ യാത്ര ചെയ്ത് പ്രകൃതിയുടെ ഭംഗിയൊക്കെ ആസ്വദിച്ച് യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ വളരെ വേഗത്തിൽ പോയിട്ട് വരാൻ പറ്റിയ ഒരു അടിപൊളി ഫോറസ്റ്റ് റൂട്ട് തന്നെയാണ് മാമ്പഴത്തറ. വനത്തിലൂടെ അധികം യാത്ര ചെയ്യുന്നവർക്കോ അല്ലെങ്കിൽ അതുപോലുള്ള യാത്രകളിലൊക്കെ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് മാത്രമേ രാത്രി ഇങ്ങനെയുള്ള യാത്രകളിലൊക്കെ കുറച്ച് എൻജോയ് ചെയ്യാൻ സാധിക്കുള്ളൂ. അല്ലാത്തവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഇതുപോലുള്ള വഴികളിൽ ഏത് സമയവും നമ്മൾ മൃഗങ്ങളെ മുന്നിൽ പ്രതീക്ഷിച്ചു വേണം യാത്ര ചെയ്യാൻ. പെട്ടെന്നൊക്കെ ആനിമൽസിനെ ഫേസ് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ അല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ കുറച്ച് ടെൻഷൻ ആവാൻ സാധ്യത കൂടുതലാണ്. പകൽ സമയത്തുള്ള മാമ്പഴത്തറ യാത്രയുടെ ഫുൾ വീഡിയോ നേരത്തെ ഈ ചാനലിൽ കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. രാത്രി ഇതുവഴി യാത്ര ചെയ്ത് വരുന്ന സമയത്ത് റോഡിന്റെ ഈ സൈഡിലോ മൃഗങ്ങൾ ഏതെങ്കിലും നിന്ന് കഴിഞ്ഞാലേ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. കുറച്ച് ഉള്ളിലാണെങ്കിൽ പോലും മൃഗങ്ങൾ ഏതെങ്കിലും നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ രാത്രി ഇതുവഴി യാത്ര ചെയ്ത് വരുന്നവര് കുറച്ച് ശ്രദ്ധയോടെ പതുക്കെ വാഹനം ഓടിച്ചു തന്നെ വരിക. ഞങ്ങൾക്ക് ഈ യാത്രയിൽ കുറച്ച് റിസ്ക് ആയിട്ട് തോന്നിയത് ഇവിടുത്തെ റോഡുകൾ തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്, റോഡുകൾ പല സ്ഥലങ്ങളിലും വളരെ മോശം തന്നെയാണ്. ചില സ്ഥലങ്ങളിൽ റോഡ് തീരെ ഇല്ല. അപ്പൊ അതൊക്കെ കരുതി വേണം യാത്ര വരാൻ. മാമ്പഴത്തറയിലേക്കുള്ള റൂട്ട് കൊല്ലം ടൗണിൽ നിന്നൊക്കെയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ പുനലൂര് അലിമുക്ക് വഴിയാണ്. ഇതിൽ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഗൂഗിൾ മാപ്പിൽ സെർച്ച് ചെയ്യുന്ന സമയത്ത് മാമ്പഴത്തറ എന്ന് ടൈപ്പ് ചെയ്യാതെ മാമ്പഴത്തറ വ്യൂ പോയിന്റ് എന്ന് ടൈപ്പ് ചെയ്താൽ മാത്രമേ നമുക്ക് കറക്റ്റ് ഈ സ്ഥലത്തെത്താൻ സാധിക്കുള്ളൂ. അമ്പനാടൊക്കെ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നവർക്കും മാമ്പഴത്തറ വഴി നാഗമലയിലൂടെ അമ്പനാട്ടേക്കൊക്കെ വേഗത്തിൽ പോകാൻ കഴിയും. ഈ പോകുന്ന വഴികളൊക്കെ എന്ന് പറഞ്ഞാൽ പകൽ സമയങ്ങളിലൊക്കെ കാണാൻ വളരെ മനോഹരമാണ്. അതുപോലെ തന്നെ നമ്മൾ ഈ പോകുന്ന വഴിയിലും മത്താപ്പ് വ്യൂ പോയിന്റിലൊക്കെ എന്ന് പറഞ്ഞാൽ ഭാഗ്യമുണ്ടെന്നുണ്ടെങ്കിൽ ആനക്കൂട്ടങ്ങളെല്ലാം കാണാൻ സാധിക്കും. കടലും കായലും ബീച്ചുകളും മാത്രമല്ല, കിഴക്കൻ മേഖലയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ കാടും മലയും വെള്ളച്ചാട്ടങ്ങളും തേയിലത്തോട്ടങ്ങളെല്ലാം ഉള്ള ഒറ്റ ദിവസം കൊണ്ട് ഉയരാൻ പറ്റിയ നിരവധി ടൂറിസ്റ്റ് കേന്ദ്രങ്ങളുണ്ട് നമ്മുടെ കൊല്ലം ജില്ലയിൽ. തെക്കൻ കേരളത്തിൽ തേയിലത്തോട്ടങ്ങളെല്ലാം ഉള്ള ജില്ലയും കൊല്ലം തന്നെയാണ്. നമ്മുടെ മിനി മൂന്നാർ എന്നറിയപ്പെടുന്ന അമ്പനാടും ആനച്ചാടിയൊക്കെ എന്ന് പറഞ്ഞാൽ കണ്ണെത്താ ദൂരത്തോളം നമുക്ക് തേയിലത്തോട്ടങ്ങൾ കാണാൻ സാധിക്കും. കൊല്ലം ജില്ലയിലെ പല ടൂറിസ്റ്റ് കേന്ദ്രങ്ങളുടെയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ട്രാവലിംഗ് വീഡിയോ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഞങ്ങളങ്ങനെ പകുതിയിൽ കൂടുതൽ യാത്ര കഴിഞ്ഞിട്ടുണ്ട്. ഇനി കുറച്ച് ദൂരം കൂടി മാത്രമേ ഉള്ളൂ ചെക്ക് പോസ്റ്റിലേക്ക്. നല്ല ഇരുട്ട് വീണ് തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ യാത്ര കുറച്ച് സാവധാനത്തിലാണ്.
വീഡിയോ ഇനി നമ്മൾ കണ്ടു കഴിഞ്ഞാലേ നമുക്കൊരു പേടിയോ. അങ്ങനെ ഏകദേശം കാട്ടിലൂടെയുള്ള യാത്ര കഴിയാറായിട്ടുണ്ട്. ഇനി കുറച്ച് ദൂരം കൂടെ മാത്രമേ ഉള്ളൂ ഫോറസ്റ്റിന്റെ ചെക്ക് പോസ്റ്റിലേക്ക്. ആ വെളിച്ചം കാണുന്നില്ലേ, അതാണ് ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ്. ഇവിടെയും മുന്നറിയിപ്പ് ബോർഡുകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ യാത്ര വരുമ്പോഴേക്കും അതൊക്കെ ഫോളോ ചെയ്ത് തന്നെ വരിക. ഇതുപോലുള്ള വീഡിയോസുകളായിരിക്കും നമ്മളെ ചാനലിൽ കൂടുതൽ. അതുകൊണ്ട് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.